നമ്മുടെ സ്പൈഡർമാനും സൂപ്പർമാനും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിൽ ആരായിരിക്കും ജയിക്കുക? ശരിയാണ്, ഇവരുടെ രണ്ടുപേരുടെയും പവേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും സൂപ്പർമാനോട് മാച്ച് ചെയ്യാൻ മാത്രം സ്പൈഡർമാന് പവേഴ്സ് ഇല്ല. പക്ഷേ ഇതേ സ്പൈഡർമാൻ തന്നെ നമ്മുടെ സൂപ്പർമാനെ ഇട്ട് ചവിട്ടി അടിക്കുന്നുണ്ട്. സൂപ്പർമാൻ ആണെങ്കിൽ സ്പൈഡർമാൻ ആണെങ്കിലും പവേഴ്സ് പുൾ ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യുക. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം അവരുടെ ഫുൾ പവേഴ്സ് അവരുടെ എനിമിയുടെ ദേഹത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എനിമി ചത്തുപോകുന്നു. അതേപോലെ തന്നെ സൂപ്പർമാൻ ആൻഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ DC മാർവലിൽ നമ്മളുള്ള ഒരു ക്രോസ് ഓവറിൽ നമ്മുടെ MJനെ കടത്തി വെച്ചിരിക്കുന്നത് സൂപ്പർമാൻ ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ജോക്കർ ഉണ്ടാക്കിയിട്ട് അത് സൂപ്പർമാനാണ് MJനെ കടത്തിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്പൈഡർമാൻ സൂപ്പർമാനെ കൺഫ്രണ്ട് ചെയ്യാൻ വരും. MJനെ തൊട്ടാൽ സ്പൈഡർമാൻ അളകുമല്ലോ. അങ്ങനെ പുള്ളി ഹോൾഡ് ബാക്ക് ചെയ്യാതെ പുള്ളിയുടെ സകല പവേഴ്സ് എടുത്തിട്ട് സൂപ്പർമാനെ ഫൈറ്റ് ചെയ്യും. സൂപ്പർമാൻ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളി അതൊന്നും കേൾക്കുന്നില്ല. സൂപ്പർമാൻ ഇട്ട് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് സൂപ്പർമാൻ ആഞ്ഞ് നമ്മുടെ സ്പൈഡർമാൻ ഒരു കുത്താൻ വേണ്ടി വരും. അപ്പോഴാണ് സൂപ്പർമാൻ ആലോചിക്കുന്നത്, ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ഈ ചെറുക്കനെ തൊട്ട് കഴിഞ്ഞാൽ ആ പുല്ലൻ ചത്തു പോലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫൈറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അനങ്ങാതെ. എന്നിട്ട് നിനക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിൻ്റെ ഫ്രസ്ട്രേഷൻ തീരട്ടെ, എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാനോട് തല്ലിക്കോളം പറയാണ്. സ്പൈഡർമാൻ ആണെങ്കിൽ കല്ല് പോലെ നിൽക്കുന്ന സൂപ്പർമാനെ പുള്ളിയുടെ സകല പവേഴ്സും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സ്പൈഡർമാൻ്റെ കൈ തന്നെ ഒടിഞ്ഞു പോവാണ് സൂപ്പർമാൻ ഇടിച്ചിട്ട്. സൂപ്പർമാൻ കുലുങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് സൂപ്പർമാൻ പറയാണ്, ഇനി നമുക്ക് സംസാരിച്ചാലോ എന്ന്.